ഈ സമയത്ത് വളരെ ശുശ്രൂഷക്കായി കർത്താദാസൻ പാസ്റ്റർ അതെല്ലാം ക്ഷണിക്കുന്നു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവസന്നിധിയിൽ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. വളരെ പ്രാർത്ഥനയോടും തികഞ്ഞ ദൈവാശ്രയത്തോടും കൂടെ കർത്താവിൻ്റെ പാദപീഠത്തിലായിരിക്കണമെന്ന് ദൈവനാമത്തിൽ ഞാൻ ഓർപ്പിക്കുകയാണ്. ഒരിക്കൽ കൂടെ കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വരുവാൻ കർത്താവ് സഹായിച്ചല്ലോ. അതിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥിക്കുന്ന ദൈവമക്കളോടാണ് ഞാൻ, വളരെ ആഗ്രഹത്തോടെ കാത്തിരിക്കുന്ന ദൈവമക്കളോടാണ് ഞാൻ സംസാരിക്കുന്നുള്ള നല്ല ബോധ്യം എനിക്കുണ്ട്. കർത്താവിൻ്റെ ശുശ്രൂഷാ വേളയിൽ, തൻ്റെ പരസ്യ ശുശ്രൂഷാ വേളയിൽ പുരുഷാരമൊക്കെ തൻ്റെ ശബ്ദം കേൾക്കുവാൻ കടന്നു വരുമ്പോഴൊക്കെ അദ്ദേഹം ചെയ്ത ഒരു കാര്യമുണ്ട്. അദ്ദേഹം പുരുഷാരത്തെ ഒന്ന് നോക്കിയിട്ട് മനസ്സലിഞ്ഞിട്ട് അവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരെ സൗഖ്യമാക്കേണ്ടവരെ സൗഖ്യമാക്കിയിട്ട് തിരിച്ചു വന്ന് അദ്ദേഹം ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ ശബ്ദമായി മാറുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് തന്നെ എൻ്റെ ഓഡിയൻസിനെ എനിക്ക് നന്നായിട്ടറിയാം. വളരെ ആഗ്രഹത്തോടും പ്രാർത്ഥനയോടും കൂടെയാണ് നിങ്ങളായിരിക്കുന്നത്. ദൈവമേ എന്നോട് സംസാരിക്കണമേ എന്ന ആഗ്രഹത്തോടെ ആയിരിക്കുന്ന എല്ലാ ദൈവമക്കളോടും ദൈവത്തിൻ്റെ ആത്മാവ് ഈ ദിവസം സംസാരിക്കാൻ പോകുകയാണ്. വളരെ പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ പാദപീഠത്തിൽ നമുക്കായിരിക്കാം. നമുക്കറിയാം, ഇസ്രായേൽ മക്കളെ ദൈവം നടത്തുമ്പോൾ സംഖ്യാപുസ്തകത്തിനകത്ത് അതിൻ്റെ 11-ാം അധ്യായം 31-ാം വാക്യത്തിനകത്ത് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്: അനന്തരം യഹോവ അയച്ച ഒരു കാറ്റ് വീശി കടലിൽ നിന്നും കാടയെ കൊണ്ടുവന്ന് പാളയത്തിലെത്തിച്ചു. ദൈവസാന്നിധ്യത്തിൻ്റെ കീഴിലായിരുന്ന മരുഭൂമിയിൽ ദൈവത്തെ ആരാധിച്ച എന്ന് പറഞ്ഞാൽ ദൈവാശ്രയത്തോടുകൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തി മുൻപോട്ട് ദൈവത്താൽ നടത്തപ്പെട്ട ദൈവമക്കളെ കുറിച്ച് പറയുകയാണ്. അവർ പാളയത്തിലായിരിക്കുമ്പോൾ അനന്തരം യഹോവ അയച്ച ഒരു കാറ്റ് വീശി കടലിൽ നിന്നും കാടയെ കൊണ്ടുവന്ന് പാളയത്തിലെത്തിച്ചു. ദൈവസാന്നിധ്യത്തിൻ്റെ കീഴിലായിരിക്കുന്ന ദൈവത്തിൻ്റെ ജനത്തിൻ്റെ ആവശ്യം എന്താണെന്ന് അറിയാവുന്ന ഒരു കർത്താവ്, ഏത് പാളയത്തിലാണോ നീ ആവശ്യത്തോടെ ഇരിക്കുന്നത്, ആ പാളയത്തിൽ നിന്റെ ആവശ്യങ്ങൾ നിറവേറ്റിത്തരാൻ അവൻ വിശ്വസ്തനാണെന്ന് ഈ വാക്കുകൾ തെളിയിക്കുക, ഈ വചനം നമ്മളോട് വിളിച്ചു പറയുകയാണ്. കഴിഞ്ഞ ദിവസങ്ങൾ ദൈവാത്മാവിനോട് സംസാരിച്ച ഒരു വചനമാണിത്. ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ ആത്മാവിൽ പറയട്ടെ, നീ ഏത് ആവശ്യത്തോടുകൂടെയാണോ നിന്റെ ഭവനത്തിലായിരിക്കുന്നത്, ആ ആവശ്യം നിന്റെ ഭവനത്തിൽ കൊണ്ടുവന്ന് എത്തിച്ചു നിന്റെ കയ്യിൽ തരാൻ വിശ്വസ്തനായ ഒരു ദൈവത്തെയാണ് ഞാനും നിങ്ങളും ആരാധിക്കുന്നു എന്നുള്ള ബോധ്യത്തോടുകൂടെ ദൈവത്തിൻ്റെ പാദപീഠത്തിലായിരിക്കണം. ഇവർ ദൈവസാന്നിധ്യത്തിൻ്റെ കീഴിലായിരുന്നു. ഇവർ ഒരിക്കൽ ഫറവോന്റെ ആധിപത്യത്തിൻ്റെ കീഴിലായിരുന്നു. എന്നാൽ ദൈവം അവരെ അവിടെ നിന്ന് വിടിവിച്ച് ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി, വേറെ ഒരു മോട്ടീവുമില്ല, ദൈവത്തെ ആരാധിക്കണം, ദൈവത്തെ മഹത്വപ്പെടുത്തണം, ദൈവത്തിൽ ആശ്രയിക്കണം. ദൈവത്താൽ വിടിവിക്കപ്പെട്ടവരെല്ലാം ദൈവത്തിൽ ആശ്രയിക്കുന്നവരായിരിക്കണം, ദൈവത്താൽ നടത്തപ്പെടുന്നവരായിരിക്കണം, ദൈവത്തിന് മഹത്വം കൊടുക്കുന്നവരായിരിക്കണം. ഈ 3 കാര്യങ്ങൾ ദൈവമക്കൾ വളരെ ശ്രദ്ധിക്കണമേ. നീ എൻ്റെ ജീവിതത്തിൽ നീ ആഗ്രഹിക്കുന്ന വിഷയങ്ങൾക്ക് മറുപടി നീ ഇരിക്കുന്ന ഇടത്ത് കൊണ്ടുവന്ന് എത്തിക്കാൻ കഴിവുള്ള കരുത്തുറ്റ ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. പക്ഷേ നിങ്ങൾ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം ആ വിഷയത്തിൽ. ഒന്ന്, ദൈവത്താൽ വിടിവിക്കപ്പെട്ടവൻ ദൈവത്താൽ നടത്തപ്പെടുന്നവനായിരിക്കണം. എന്ന് പറഞ്ഞാൽ അവന്റെ ജീവിതത്തിൽ അവന്റെ ആശ്രയം ദൈവമായിരിക്കണം. ഒന്ന്. രണ്ടാമത്, അവൻ ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് ജീവിക്കുന്നവനായിരിക്കണം. ഏത് വിഷയത്തിലും ദൈവമാണ് എന്നെ നടത്തിയത്, എനിക്ക് ലഭിച്ച എല്ലാ നന്മയുടെ പിൻപിലും ദൈവമാണ്, ഞാൻ ആയുസ്സോടെ ഇരിക്കുന്നതിന് കാരണം ദൈവമാണെന്നുള്ള ബോധ്യത്തോടുകൂടെ ദൈവത്തിന് മഹത്വം കൊടുത്ത് ജീവിക്കുന്നവനായിരിക്കണം. മൂന്നാമത്, അവൻ ദൈവത്താൽ നടത്തപ്പെടുന്നവനായിരിക്കണം. ഇസ്രായേൽ മക്കൾ അങ്ങനെയാണ്. ഇസ്രായേൽ മക്കളുടെ ദൈവം പറയുകയാണ്, നിങ്ങൾ മരുഭൂമിയിൽ ആരാധിക്കാൻ ഇറങ്ങി വന്നവരാണല്ലോ, നിങ്ങളൊരു കാര്യം ചെയ്യണം, നിങ്ങൾ മുകളിലോട്ട് നോക്കി നടക്കണം. എന്ന് പറഞ്ഞാൽ മുകളിൽ ഞാനുണ്ട്, പകൽ മേഘസ്തംഭമായിട്ട് രാത്രി അഗ്നിസ്തംഭമായിട്ട് ഞാൻ നിങ്ങളുടെ മുകളിലുണ്ട്. ഞാൻ മുൻപോട്ട് പോകുമ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ നടക്കണം. ഞാൻ എവിടെ നിൽക്കുമോ അവിടെ നിങ്ങൾ കൂടാരമടിച്ച് അവിടെ പാർക്കണം. നോക്കിയാട്ടോ, ദൈവത്താൽ നടത്തപ്പെടുന്നവര്, ദൈവത്താൽ വിടുവിക്കപ്പെട്ടവർ ദൈവത്താൽ നടത്തപ്പെടുകയാണ്. രണ്ടാമത്, അവർ മുകളിലേക്ക് നോക്കുക, ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ്. മൂന്നാമത്, അവർ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നവരാണ്. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് സംഖ്യാപുസ്തകം 11:31 പറഞ്ഞത്: അനന്തരം യഹോവ അയച്ച ഒരു കാറ്റ് വീശി കടലിൽ നിന്ന് കാടയെ കൊണ്ടുവന്ന് പാളയത്തിലെത്തിച്ചു. അവർ പാർക്കുന്ന ഈ ജനം, ഏതാ ഈ പറഞ്ഞ 3 ഗുണങ്ങളുള്ള ഈ ജനം പാർക്കുന്ന ഈ പാളയത്തിൽ, ഏത് പാളയത്തിലാണോ
നീ ആവശ്യത്തോടെ ഇരിക്കുന്നത് ആ പാളയത്തിൽ നിന്റെ ആവശ്യങ്ങൾ നിറവേറ്റിത്തരാൻ അവൻ വിശ്വസ്തനാണ്. ഇന്ന് എന്നെ കേൾക്കുന്ന ഇതിൽ നിന്റെ തലമുറയുടെ വിഷയത്തിന് വേണ്ടിയാണോ, അവരുടെ ഒരു വിടുതലിന് വേണ്ടിയാണോ, അവരുടെ ഒരു അനുഗ്രഹത്തിന് വേണ്ടിയാണോ, അതിൻ്റെ ഭാവിയുടെ ഒരു വിഷയത്തിന് വേണ്ടിയാണോ നീ ആയിരിക്കുന്ന ഇടത്ത് കാത്തിരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഭാരപ്പെടണ്ട. ഇന്ന് ഈ സമയത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൂത് കൈമാറുകയാ. നീ ഇരിക്കുന്ന ഇടത്ത് നിന്റെ ആവശ്യങ്ങൾ എന്താണോ, നിന്റെ പ്രാർത്ഥനാ വിഷയങ്ങൾ എന്താണോ, അത് നിറവേറ്റി തന്ന് നിന്നെ സന്തോഷത്തോടെ ഇരുത്തുവാൻ കഴിയുന്ന ഒരു ദൈവത്തിന്റെ പാദപിടമാണ്. അതുകൊണ്ട് ആ ആവശ്യങ്ങൾ അവൻ നിറവേറ്റി തരാൻ അവൻ വിശ്വസ്തനാണെന്ന് വിശ്വസിച്ചുകൊണ്ട് നിങ്ങളായിരിക്കുന്ന ഇടത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. നന്ദിയോടെ ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യും. എൻ്റെ ദൈവം അങ്ങനെ വിശ്വസ്തനായ ദൈവമാണ്. നമുക്ക് ആവർത്തന പുസ്തകം 29-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 5-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെയാണ്, അവർ ഉടുത്തിരുന്ന വസ്ത്രം ജീർണിച്ചില്ല, അവരുടെ കാലിലെ ചെരുപ്പ് പഴകിയിട്ടുമില്ല. ശ്രദ്ധിക്കണമേ, രണ്ടാമതൊരു വാക്ക് എന്നോട് ദൈവം സംസാരിച്ചതാണ്. അവർ ഉടുത്തിരുന്ന വസ്ത്രം, ആര്? ദൈവത്താൽ നടത്തപ്പെടുന്നവർ, ആര്? ദൈവത്തിൽ ആശ്രയിക്കുന്നവർ, ആര്? ദൈവത്തെ മഹത്വപ്പെടുത്തി മുൻപോട്ട് ദൈവത്തിന്റെ കൂടെ യാത്ര ചെയ്യുന്നവരുടെ വസ്ത്രം ജീർണിച്ചില്ല. 40 വർഷത്തോളം മരുഭൂമിയിലെ യാത്രയിൽ ആൾറെഡി അവരുടെ വസ്ത്രം ജീർണിച്ചില്ല എന്ന് പറഞ്ഞാൽ വസ്ത്രം പഴകിപ്പോയില്ല, കാലിലെ ചെരുപ്പ് പഴകിയില്ല എന്ന് പറഞ്ഞാൽ തേഞ്ഞു പോയില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിന്റെ കയ്യിൽ ഇപ്പോഴുള്ളത് കൊണ്ട് തന്നെ നിന്നെ തൃപ്തനാക്കി നടത്താൻ എൻ്റെ ദൈവം വിശ്വസ്തനാണ്. ഇന്ന് പകൽ എനിക്കതില്ല, എനിക്കിതില്ല എന്നൊന്നും പറയണ്ട. നിനക്കുള്ളത് കൊണ്ട് നിന്നെ തൃപ്തിയോടുകൂടെ നടത്താൻ കഴിവുള്ള വിശ്വസ്തനായ ഒരു ദൈവത്തിന്റെ കരങ്ങളിലാണ് ദൈവമക്കളായിരിക്കുന്നത്. എത്ര പേർക്ക് ഇന്ന് ഈ ദൂത് കേൾക്കുമ്പോൾ സന്തോഷമുണ്ട്? ഒന്നാമത്തെ ദൂത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയാൻ എന്നെ ഏൽപ്പിച്ചു. ഒന്നാമത്തെ ദൂത്, നിങ്ങൾ എവിടെയായിരുന്നാലും ഏത് ആവശ്യത്തോടെ ആയിരിക്കുന്നു ആ ആവശ്യങ്ങൾ നിങ്ങളായിരിക്കുന്ന ഇടത്ത് അന്വേഷിച്ച് നടക്കാതെ നിങ്ങളായിരിക്കുന്ന ഇടത്ത് നിങ്ങളുടെ കയ്യിൽ കൊണ്ടുവന്ന് നിങ്ങളെ സന്തോഷത്തോടെ ഇരുത്തുവാൻ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. അതുകൊണ്ട് ഈ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളെ മുറുകെ പിടിച്ചു പ്രാർത്ഥിച്ചോ, വിശ്വസ്തയോടെ പ്രാർത്ഥിച്ചോ, ആ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചോ, ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് പ്രാർത്ഥിച്ചോ. നിങ്ങളായിരിക്കുന്ന ഇടത്ത് നിങ്ങളുടെ കയ്യിൽ കൊണ്ടുതരാൻ, കാരണം അവൻ ഉളവാക്കുന്ന ദൈവമാണ്, അവൻ വിളിച്ചു വരുത്തിക്കൊണ്ടുവരുന്ന ദൈവമാണ്. ഇവിടെ നിങ്ങൾക്കറിയാമോ, അവിടെ കൊടുത്തിരിക്കുന്ന വാക്ക്, യഹോവ അയച്ചു കാറ്റ് വീശി കടലിൽ നിന്ന് കാടയെ കൊണ്ടുവന്നു. നമുക്കറിയാം കടൽ നീണ്ട് കിടക്കുകയാണ്. ഒരു കാടയും അങ്ങനെ നീണ്ട പറക്കൽ ചെയ്യുന്ന ഒരു പക്ഷിയല്ല കാടപ്പക്ഷി. വളരെ ചെറിയ ദൂരം മാത്രം പറക്കുന്ന ഒരു പക്ഷിയ കാടപ്പക്ഷി. ഒത്തിരി ഉയരത്തിൽ പറക്കുന്ന പക്ഷിയല്ല കാടപ്പക്ഷി. പക്ഷെ എൻ്റെ ദൈവം കൊണ്ടുവന്നത് എവിടെ നിന്നറിയാമോ? നോക്ക്, ദൈവത്തിന്റെ പൈതലേ, ഈ ദൈവസ്ഥാനത്തിന്റെ കീഴിലാണെങ്കിൽ ദൈവം സാധ്യമായ കാര്യമാണ് എന്ന് പറഞ്ഞാൽ നീ പ്രതീക്ഷിക്കാത്ത ഇടത്തു നിന്ന് ദൈവം നിന്റെ വിഷയത്തിന് വിടുതൽ കൊണ്ടുവരും. നീ പ്രതീക്ഷിക്കാത്ത ഇടത്തു നിന്ന് നിനക്ക് വേണ്ടി വിടുതൽ ദൈവം കൊണ്ടുവരും. ഒരു കാടയും കടലിന്റെ മുകളിലൂടെ ഇങ്ങനെ പറക്കാറില്ല, കാരണം അത്രയ്ക്ക് പറക്കാൻ ഉള്ള ശക്തിയില്ലാത്ത ഒരു ചെറിയ പക്ഷിയാണ് കാടപ്പക്ഷി. നീണ്ട പറക്കൽ അതിന് സാധ്യമല്ല. എന്നാൽ എൻ്റെ ദൈവം ഈ കാടപ്പക്ഷിയെ നിനക്ക് വേണ്ടി ആരാധിക്കുന്ന ദൈവജനത്തിന്റെ പാളയത്തിൽ കൊണ്ടുവന്നത് കടലിന്റെ മുകളിലൂടെയാണ്, കടലിൽ നിന്നാണ്. നമുക്കറിയാം, അത് കടലിന്റെ അടിത്തട്ടിൽ ആർക്കും മെരുങ്ങാതെ കിടന്ന ഒരു മഹാമത്സ്യമായ ലിവ്യാഥാന്റെ തലയെ തകർത്ത് അവന്റെ ആ ശരീരം ചിതറിച്ച് ആ പൊങ്ങി വന്ന മാംസക്കഷണങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നിട്ട് അതിന് ചിറക് വെച്ചു കൊടുത്ത് അതിന് ജീവൻ കൊടുത്ത് അതിനെ പറപ്പിച്ച് പറക്കാൻ കഴിയാത്ത ആ പക്ഷിയെ കാറ്റടിപ്പിച്ചുകൊണ്ട് ദൈവജനം പാർക്കുന്ന പാളയത്തിന് മുൻപിൽ കൊണ്ടുവന്ന് 1-2 അടി പൊക്കത്തിൽ അവരുടെ മുൻപിൽ നിർത്തിക്കൊടുത്തു, അവർക്ക് പിടിച്ചെടുക്കുവാൻ വേണ്ടി. എന്ന് പറഞ്ഞാൽ നീ ഏത് ആവശ്യത്തോടുകൂടെ കാത്തിരിക്കുന്ന അതേ മണ്ഡലത്തിൽ നിന്റെ മുൻപിൽ അസാധ്യമായ വിഷയത്തെ സാധ്യമാക്കി നിന്റെ കരങ്ങളിൽ തന്ന് നിന്നെ സന്തോഷിപ്പിക്കാൻ കഴിവുള്ള കരുത്തുറ്റ ഒരു ദൈവമാണ് എൻ്റെ ദൈവം. അതുകൊണ്ട് സന്തോഷത്തോടെ നിങ്ങൾ ആയിരിക്കുന്ന ഇടത്ത് ദൈവത്തിന് മഹത്വം കൊടുത്തോ. നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട് കുഞ്ഞേ, ഭാരപ്പെടേണ്ട കാര്യമില്ല. നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്, നീ ആഗ്രഹിച്ച് കരയുന്ന വിഷയങ്ങൾക്ക് മറുപടിയുണ്ട്. എൻ്റെ ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യമില്ല. ഇന്ന് പകൽക്കാലം രണ്ടാമത് പറഞ്ഞ ദൂത്, നിന്റെ കയ്യിൽ ഇപ്പോഴുള്ളത് കൊണ്ട് വസ്ത്രം പഴകാതെ അവരെ 40 വർഷം മുൻപോട്ട് നടത്തുകയാണ്. ചെരുപ്പ് തേയാതെ മുൻപോട്ട് നടത്താൻ കർത്താവിന് കഴിഞ്ഞെങ്കിൽ, എൻ്റെ ദൈവത്തിന് കഴിഞ്ഞെങ്കിൽ, നിന്റെ കയ്യിൽ ഇപ്പോഴുള്ളത് കൊണ്ട് തൃപ്തിയോടെ നിന്നെ മുൻപോട്ട് നടത്തുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. അത് വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഇന്ന് നിങ്ങളോട് പറയുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് തന്ന വിഷയത്തിലേക്ക് കിടക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. വളരെ പ്രാർത്ഥനയോടും തികഞ്ഞ ദൈവാശ്രയത്തോടും കൂടെ ദൈവസന്നിധിയിലായിരിക്കണമെന്ന് ഞാൻ പ്രത്യേകം ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. അതിനാധാരമായി മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യമാണ് കുറിവാക്യമായി ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നത്. ഗോസ്പൽ ഓഫ് മാർക്ക് ചാപ്റ്റർ 5 വേഴ്സ് 7.
അതിങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. മർക്കോസ് സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അവൻ ഉറക്കെ നിലവിളിച്ചു, യേശുവേ മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? ദൈവത്തിനാണ് എന്നെ ദണ്ഡിപ്പിക്കരുത് എന്ന് അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. ഒരിക്കൽ കൂടെ ഞാൻ ആ വേദഭാഗം നിങ്ങൾക്ക് വേണ്ടി വായിക്കാം. അവൻ ഉറക്കം നിലവിളിച്ചു, യേശുവേ മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? ദൈവത്തിനാണ് എന്നെ ദണ്ഡിപ്പിക്കരുത് എന്ന് അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. ഇത് അശുദ്ധാത്മാക്കൾ ഏതാണ്ട് 6000-ഓളം ഭൂതങ്ങൾ ഒരു മനുഷ്യനിൽ വന്നിട്ട് ആ മനുഷ്യനെ യേശു കർത്താവിൻ്റെ മുൻപിൽ കൊണ്ടുവന്നു. ആ അശുദ്ധാത്മാക്കൾ യേശുവിനോട് പറയുന്ന വാക്കാണ് നമ്മൾ വായിച്ചു കേട്ടത്. ശ്രദ്ധിച്ചു നിങ്ങൾ കേൾക്കണം. അവിടെ കൊടുത്തിരിക്കുന്ന കാര്യം, അശുദ്ധാത്മാക്കൾ വന്നു പറയുക, എനിക്കും നിനക്കും തമ്മിൽ എന്താ? സമയത്തിനു മുൻപ് എന്നെ ദണ്ഡിപ്പിക്കരുത് എന്ന് പറഞ്ഞാൽ എൻ്റെ ടൈറ്റിൽ ഇതാണ്: യേശുവിൻ്റെ സാന്നിധ്യം അശുദ്ധാത്മാക്കളെ അസ്വസ്ഥമാക്കും. ഒരിക്കൽ കൂടെ പറയാം, ഞാനും നിങ്ങളും ആരാധിക്കുന്ന ഉയർത്തുന്ന യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യം പൈശാചിക ശക്തികളെ അസ്വസ്ഥമാക്കും, സാത്താന്യ ശക്തികളെ അസ്വസ്ഥമാക്കും. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? നിന്റെ ഭവനത്തിൽ യേശുവിൻ്റെ സാന്നിധ്യമുണ്ടെങ്കിൽ ആ ഭവനത്തെ നശിപ്പിക്കുവാൻ, ആ ഭവനത്തിന്റെ സ്വസ്ഥത കെടുത്തുവാൻ വരുന്ന സാത്താന്യ ശക്തികൾക്ക് പിന്നെ അവിടെ ഇരിക്കാൻ കഴിയില്ല. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 10-ാം വാക്യത്തിനകത്ത് യേശു കർത്താവ് ഒരിക്കൽ ശിഷ്യന്മാരോട് പറഞ്ഞു, അവൻ പിശാച് അവൻ മോഷ്ടിപ്പാനും അറപ്പാനും മുടിപ്പാനും അത്രേ നിങ്ങളുടെ അടുക്കൽ വരുന്നത്. ശ്രദ്ധിക്കണം, സാത്താൻ ഒരു ഭവനത്തിൽ വരുന്നത്, ഒരു വ്യക്തിയിലേക്ക് വരുന്നത്, ഒരു സമൂഹത്തിലേക്ക് വരുന്നത് സന്തോഷിപ്പിക്കാനല്ല, അനുഗ്രഹിക്കാനല്ല. യേശു കർത്താവ് പറയുക, അവൻ വരുന്നത് മോഷ്ടിക്കാനാണ്, മുറിക്കാനാണ്, നശിപ്പിക്കാനാണ്, ഇല്ലാതാക്കാനാണ്. മോഷ്ടിപ്പാനും അറപ്പാനും മുടിപ്പാനും അത്രേ സാത്താൻ വരുന്നത്. ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കണം. സാത്താൻ്റെ പ്രവർത്തികൾ ഈ മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം നമ്മൾ പഠിച്ചാൽ, ഒരു വ്യക്തിയിൽ പൈശാചിക സാന്നിധ്യമുണ്ടെങ്കിൽ അവൻ്റെ ജീവിതം എന്തായിരിക്കുമെന്ന് വ്യക്തമായി വരച്ച് കാണിക്കുകയാണ് ഈ മർക്കോസ് സുവിശേഷം 5-ാം അധ്യായത്തിൽ. ഒരിക്കൽ കൂടെ പറയാം, ഒരു വ്യക്തിയിൽ പൈശാചിക ശക്തികളുടെ, സാത്താന്യ ശക്തികളുടെ സ്വാധീനമുണ്ടെങ്കിൽ ആ വ്യക്തി എങ്ങനെയായിത്തീരുമെന്ന് ഇവിടെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തുകയാണ്. 3 കാര്യങ്ങൾ ഞാൻ അവിടെ പറയാം. അങ്ങനെ ഒരു വ്യക്തിയിലേക്ക് സാത്താൻ കയറിയാൽ, ആദ്യത്തെ വാക്ക്, അവൻ്റെ പാർപ്പ് കല്ലറകളിലായിരുന്നു. അങ്ങനെ അവിടെ കൊടുത്തിരിക്കുന്നു, അവൻ്റെ പാർപ്പ് എവിടെയായിരുന്നു? കല്ലറകളിൽ. ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ, കല്ലറ എന്ന് പറയുന്നത് ഒരു ജീവിതത്തിൻ്റെ അവസാനത്തെ കാണിക്കുകയാണ്. അങ്ങനെയല്ലേ? ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ അവസാനമാണ് എവിടെ? കല്ലറ എന്ന് പറഞ്ഞാൽ എല്ലാറ്റിൻ്റെയും എൻഡാണ് കല്ലറ. ഈ ജീവിതത്തിൽ, ഈ ലോകത്തിലെ എല്ലാറ്റിൻ്റെയും എൻഡ് കല്ലറയാണ്, അവസാനമാണ്. ആ ഭേദഭാഗങ്ങൾ അങ്ങനെ നമ്മൾ വായിച്ച് കേൾക്കുന്നത്. ശ്രദ്ധിച്ച് നിങ്ങൾ നോക്കണം. ആ ഭാഗത്ത് അവൻ്റെ വാസം കല്ലറകളിലായിരുന്നു, ആർക്കും അവനെ ബന്ധിക്കാൻ കഴിയത്തില്ലായിരുന്നു. ശ്രദ്ധിക്കണം, സ്റ്റാർട്ടിംഗ് അല്ല, റണ്ണിങ് അല്ല, പിന്നെയോ എൻഡിങ് എന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ അവസാനമായ കല്ലറ. ശ്രദ്ധിക്കണമേ, റണ്ണിങ്ങിൽ നിൽക്കുന്നവനെ ഫിനിഷിങ്ങിൽ എത്തിച്ചു. സാത്താൻ കയറിയാലുള്ള ഒരു വലിയ വിഷയം അതാ. സ്റ്റാർട്ടിങ്ങിൽ നിന്നവനെ, റണ്ണിങ്ങിൽ നിന്നവനെ, യാത്ര ചെയ്തവനെ, ചലിച്ചവനെ ഇല്ലാതെ, ചലനമില്ലാത്ത ഒരു ഫിനിഷിങ്ങിൽ എത്തിക്കുന്ന മണ്ഡലമാണ് കല്ലറ എന്ന് പറയുന്നത്. അത് ശ്രദ്ധിച്ച് ഈ മനുഷ്യനെ നോക്കിയാൽ നമുക്കത് മനസ്സിലാക്കുവാൻ കഴിയും. അവൻ്റെ പാർപ്പ് കല്ലറകളിലായിരുന്നു എന്ന് പറഞ്ഞാൽ, ഒരു പൈശാചിക ശക്തി ഒരു വ്യക്തിയിൽ കയറിയാൽ എല്ലാമായിരിക്കേണ്ടവനെ ഒന്നുമല്ലാതാക്കുകയാണ്. ശ്രദ്ധിച്ച് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മുടെ ഭവനത്തിൽ,
നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒക്കെ പിശാച് കയറിയാൽ, പിശാചിൻ്റെ സ്വാധീനം വെളിപ്പെട്ടാൽ, എല്ലാമായിരിക്കേണ്ടവനെ, ചലിക്കേണ്ടവനെ ഒന്നുമല്ലാതാക്കി തീർക്കുകയാണ്. ഇവിടെ ഈ മനുഷ്യന് സംഭവിച്ചു അതാ. ഇപ്പൊ അവനൊരു ജീവിതമില്ല, അവന്റെ പാർപ്പ് കല്ലറകളില്ല. അവനെ കുറിച്ച് വിലപിക്കുന്ന, അവനെ ആഗ്രഹിക്കുന്ന മതഭ്രക്കന്മാർ അവന്റെ വീട്ടിലുണ്ടായേക്കാം, അവന്റെ ഭാര്യയും കുഞ്ഞുങ്ങളും അവന്റെ വീട്ടിലുണ്ടായേക്കാം. പക്ഷെ അവർക്കാർക്കും ഇവനെ കൊണ്ടൊരു പ്രയോജനവും ഇല്ലാതാക്കി തീർത്തു. സാത്താൻ കയറിയാലുള്ള ലക്ഷണമാണ്. ശ്രദ്ധിക്കണം, നമ്മുടെ ഭവനങ്ങളിൽ അങ്ങനെ ഉണ്ടെങ്കിൽ ഇന്ന് പകൽ ഒരു വിടുതൽ നടക്കാൻ പോകുകയാണ്. ഞാൻ ആത്മാവിൽ എടുത്തൊരു വചനമാണ്, ആത്മാവിൽ ശുശ്രൂഷിക്കുകയാണ്. ഒരു പ്രസംഗം പ്രസംഗിച്ച് അവസാനിപ്പിക്കാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതിനകത്തൊരു ദൈവപ്രവൃത്തി വെളിപ്പെടണം, ദൈവശക്തി വെളിപ്പെടണം. അതിന് വിശ്വസിച്ചുകൊണ്ട് ഏറ്റെടുക്കുന്നവർക്ക് വേണ്ടി ആ വചനം വ്യാപരിക്കും, അത്ഭുതങ്ങൾ നടക്കും. ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കണം. ഇവിടെ എല്ലാം ആയിരിക്കേണ്ട ഒരു ചെറുപ്പക്കാരനെ, അവന്റെ മാതാപിതാക്കന്മാർക്ക് ഗുണമായി ജീവിക്കേണ്ട ഒരു ചെറുപ്പക്കാരനെ, അവന്റെ ഭാര്യയ്ക്ക് നല്ലൊരു ഭർത്താവായി ജീവിക്കേണ്ട ഒരു ചെറുപ്പക്കാരനെ, അല്ലെങ്കിൽ അവന്റെ മക്കൾക്ക് നല്ലൊരു അപ്പനായിരിക്കേണ്ട ഈ ചെറുപ്പക്കാരനെ ഇപ്പൊ ആർക്കും പ്രയോജനമില്ലാത്ത ഒന്നുമല്ലാതാക്കി മാറ്റി. പിശാച് കയറിയാലുള്ള ഒരു വലിയ പ്രശ്നം അതാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഒരു ഉദാഹരണം പറഞ്ഞാൽ, പിശാച് കയറിയാൽ അഡ്രസ്സ് കളയും. ഈ പയ്യൻ അഡ്രസ്സുള്ള ഒരു പയ്യനായിരുന്നു. ഏതോ ഒരു വീട്ടിൽ ഒരു അപ്പന്റെ മകനായിട്ട്, ഒരു ഭാര്യയുടെ ഭർത്താവായിട്ട്, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ അപ്പനായിട്ട്, അല്ലെങ്കിൽ സഹോദരിമാരുടെ സഹോദരനായിട്ടൊക്കെ ജീവിച്ചവന് അഡ്രസ്സ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ അവന് അഡ്രസ്സ് ഇല്ല, കല്ലറയിലാണ്. ഇത് തന്നെയല്ലേ യോബിന്റെ ജീവിതത്തിൽ സംഭവിച്ചത്? എല്ലാമായിരുന്നു ഒരു മനുഷ്യൻ. 7000 ആട്, 3000 ഒട്ടകം, 500 ഏർകാള, 500 പെൺകഴുത, 10 മക്കൾ, ഒത്തിരി ദാസീദാസന്മാർ, ധനങ്ങൾ, സമ്പത്ത് എല്ലാം ഉണ്ടായിരുന്ന മനുഷ്യനെ നിമിഷങ്ങൾ കൊണ്ട് എല്ലാം നശിപ്പിച്ച്, എല്ലാം നഷ്ടപ്പെടുത്തി, ഒന്നുമല്ലാതാക്കി മാറ്റി. നല്ല ആരോഗ്യമുണ്ടായിരുന്ന മനുഷ്യൻ ഇപ്പോൾ ആരോഗ്യം നഷ്ടപ്പെട്ട്, ഭവനം ഉണ്ടായിരുന്ന മനുഷ്യൻ ഭവനത്തിന് വെളിയിൽ ചാരത്തിനൊക്കെ തോട്ട് കഷണം കൊണ്ട് ശരീരം ചുരണ്ടിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനെ നിങ്ങൾ കണ്ടോ? അവന്റെ സ്നേഹിതന്മാർ ദൂരത്തുനിന്ന് കണ്ടിട്ട് അവനെ തിരിച്ചറിഞ്ഞില്ലെന്ന് പറയുമ്പോൾ അഡ്രസ് ഇല്ലാതാക്കി കളഞ്ഞു. പിശാച് കയറാതിരിക്കാൻ ദൈവമക്കൾ സൂക്ഷിക്കണം. കയറിയാൽ എല്ലാമായിരുന്നവനെ ഒന്നുമല്ലാതാക്കും. അഡ്രസ് നഷ്ടപ്പെടുത്തി കളയും, സമാധാനം നഷ്ടപ്പെടുത്തി കളയും, സന്തോഷം നഷ്ടപ്പെടുത്തി കളയും, സ്വസ്ഥത നഷ്ടപ്പെടുത്തി കളയും, സൗഖ്യം നഷ്ടപ്പെടുത്തി കളയും, സമ്പത്ത് നഷ്ടപ്പെടുത്തി കളയും, എല്ലാം നഷ്ടപ്പെടുത്തി കളയും. അതുകൊണ്ടാണ് പോലീസ് പറഞ്ഞത്, നിങ്ങൾ പിശാചിനോട്, അവൻ്റെ തന്ത്രങ്ങളോട് നിങ്ങൾ എതിർത്തു നിൽക്കണം, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. വളരെ കെയർഫുൾ ആയിരിക്കണം, സൂക്ഷിക്കണം, വളരെ ശ്രദ്ധയോടെ ദൈവമക്കൾ ജീവിക്കണം. പിശാചിനോട് പോരാടണം. നമുക്ക് കഴിയില്ല, പക്ഷേ നമ്മുടെ ഉള്ളിൽ വ്യാപരിക്കുന്ന ഒരു ശക്തിക്ക് കഴിയും. നമ്മളെ കൂടെ നടക്കുന്ന ദൈവത്തിന് കഴിയും. അവനെ ഉണർത്തണം, അവനെ എഴുന്നേൽപ്പിച്ചുകൊണ്ട് അവനെ മുൻപിൽ നിർത്തി നമ്മൾ മുൻപോട്ട് ചലിച്ചാൽ പിശാച് ഓടും. ദൈവം എഴുന്നേൽക്കുമ്പോൾ ശത്രുവായ അവൻ ചിതറിയോടും. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ശ്രദ്ധിച്ചു കേൾക്കണം, പിശാച് കയറിയാൽ സംഭവിക്കുന്ന കാര്യങ്ങൾ. ഒന്ന്, എല്ലാമായിരുന്നവനെ ഒന്നുമല്ലാതാക്കുകയാ, ജീവനില്ലാത്തവനാക്കി മാറ്റുകയാ. ഇന്ന് അങ്ങനെ പലയിടങ്ങളിലും പിശാച് കയറിയിട്ടുണ്ട്. സഭകളിൽ പോലും പിശാച് കയറി. ജീവനില്ല, പാട്ടിന് ജീവനില്ല, കയ്യടിക്ക് ജീവനില്ല, അതൊന്നുമില്ല, എല്ലാം പോയി. ആത്മാവിന്റെ ഭാഷയില്ല. പ്രസംഗിച്ചാൽ പോലും, ദൈവവചനം കേട്ടാൽ പോലും അതിനനുസരിച്ച് ചലിക്കുന്നില്ല. ജീവനില്ലാത്ത ഇടങ്ങൾ അല്ലേ നമ്മുടെ പല കൂട്ടായ്മകളും. ഒന്ന് ശ്രദ്ധിച്ചേ ദൈവമക്കളെ, നമ്മൾ കൂടി വരുന്നിടത്ത് ജീവനുണ്ടോ? ഇല്ലെങ്കിൽ അത് കല്ലറയുടെ സമമാണ്. അവിടെ വ്യാപരിക്കുന്നത് യേശുവിന്റെ സാന്നിധ്യമല്ല, യേശുവിന്റെ സാന്നിധ്യം ചലിപ്പിക്കുന്നതാണ്. യേശുവിന്റെ സാന്നിധ്യം ജീവൻ തരുന്നതാണ്. യോഹന്നാന്റെ സുവിശേഷം 10:10 പറഞ്ഞത്, അവൻ മോഷ്ടിപ്പാനും അറപ്പാനും മുടിപ്പാനും വരുന്നു, ഞാനോ ജീവൻ തരുവാൻ അത്രേ വന്നത്. എങ്ങനെയുള്ള ജീവൻ? സമൃദ്ധിയായ ജീവൻ. അപ്പൊ യേശു ഉള്ളിടത്ത് ജീവൻ ഉണ്ടാകും. റണ്ണിങ് ആണ്, ചലിക്കും, സ്റ്റാർട്ടിങ് ആണ്, തുടരും. തുടക്കവും ചലനവും ഉണ്ടാകും. എന്നാൽ സാത്താന്റെ സ്വാധീനത്തിനകത്ത് കയറിക്കഴിഞ്ഞാൽ ഫിനിഷിംഗ് ആണ്, അവസാനിച്ചു. ഹല്ലേലൂയ, ജീവൻ നഷ്ടപ്പെട്ടു.
യേശു കർത്താവ് വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിനകത്ത് സർദീസിലെ സഭയോട് പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾക്ക് ജീവനുള്ളവനെന്ന് പേരേ ഉള്ളൂ, നിങ്ങൾ മരിച്ചവരാണ്. എൻ്റെ സ്വാധീനം നിങ്ങളിൽ വെളിപ്പെടുന്നില്ല. സൂക്ഷിക്കണം. 7 സഭകൾക്ക് ദൂതെഴുതുമ്പോൾ അതിലെ ഒരു സഭയോട് പറയുക, ജീവനുള്ളവനെന്ന് പേരേ ഉള്ളൂ. ഈ ചെറുപ്പക്കാരൻ നിങ്ങൾ നോക്കിയാട്ടെ, ജീവനുണ്ട്, പക്ഷെ പേരിനേ ഉള്ളൂ. മരിച്ചവനാ. അപ്പനും അമ്മയ്ക്കും പ്രയോജനമില്ല, സമൂഹത്തിന് പ്രയോജനമില്ല, സഭയ്ക്ക് പ്രയോജനമില്ല, ആർക്കും പ്രയോജനമില്ല. കാരണം അവന്റെ വാസം കല്ലറകളിലാണ്. അവന്റെ കൂട്ടുകൂടലുകൾ ആരുമായിട്ടാണ്? പൈശാചിക വ്യാപാരങ്ങളിലാണ്. 6000-ൽ പരം ഭൂതങ്ങളുടെ നിയന്ത്രണത്തിലാണ് അവൻ. സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം ദൈവമക്കൾ. ജീവനുള്ളവന് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാണ്. പാട്ടുണ്ട്, പക്ഷേ ആ പാട്ട് ജീവനുള്ള പാട്ടല്ല. ആ ആരാധന ജീവനുള്ള ആരാധനയല്ല. ആ പ്രസംഗം ജീവനുള്ള ദൈവ ശബ്ദമല്ല. ചലിക്കുന്നത് സത്തന്യ വ്യാപാരത്തിന്റെ അധീനതയിലാണ്. അങ്ങനെയുള്ളവർക്ക് ജീവൻ ഉണ്ടാകുകയില്ല. അപ്പൊ എല്ലാം ആയിരുന്നവനെ ഒന്നുമല്ലാതാക്കുന്ന വ്യാപാരമാണ് സത്തന്യ വ്യാപാരം. ശ്രദ്ധിക്കുക. 2, അവൻ തന്നെത്താൻ ചതയ്ക്കും. കല്ലെടുത്ത് അവൻ തന്നെത്താൻ ശരീരത്തെ ചതയ്ക്കുമെന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ആർക്കും അവനെ ചങ്ങല കൊണ്ടുപോലും ബന്ധിക്കാൻ പറ്റുകയില്ല. അവനെ ആർക്കും രക്ഷിക്കാൻ പറ്റുകയില്ല. ഇങ്ങനെയുള്ളവരെ ആർക്കും രക്ഷിക്കാൻ പറ്റുകയില്ല. അവർ ചങ്ങല കൊണ്ട് കെട്ടിയാൽ അവൻ ചങ്ങല പൊട്ടിക്കും. ആർക്കും അവനെ പിടിച്ച് രക്ഷപ്പെടുത്താൻ പറ്റുകയില്ല. പൈശാചിക വ്യാപാരത്തിന്റെ സ്വാധീനത്താൽ ജീവിക്കുന്ന ഒരു ജീവിതത്തെ ആർക്കും രക്ഷപ്പെടുത്താൻ ഇവിടുത്തെ ആർക്കും പറ്റുകയില്ല. അവർ ചങ്ങല വെച്ച് പിടിച്ചു കെട്ടി കൊണ്ടുപോകാൻ നോക്കിയാൽ അവൻ ചങ്ങല ഉരുമി പൊട്ടിച്ച് വീണ്ടും കല്ലറയിലേക്ക് പോകും. അവൻ കല്ലെടുത്ത് തന്നെത്താൻ ചതയ്ക്കും. ശ്രദ്ധിക്കണം. രണ്ടാമത്തെ പിശാചിന്റെ സ്വാധീനത്തിൽ ജീവിക്കുന്നവരുടെ ലക്ഷണങ്ങൾ 2. തന്നെത്താൻ ചതയ്ക്കും എന്ന് പറഞ്ഞാൽ സ്വയം ഇഷ്ടപ്പെടുന്നില്ല. സ്വയം ഇഷ്ടപ്പെടാത്തൊരു ജീവിതം. എന്തിനാ ജീവിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നത് കണ്ടല്ലോ. ഒരു സന്തോഷവുമില്ലാതെ ജീവിക്കുന്നവരുടെ ലക്ഷണമായത്. ദൈവത്തിന്റെ സ്വാധീനത്തിലല്ല, അവർ പൈശാചിക സ്വാധീനത്തിലാണ്. ഇവിടെ ഇവൻ കല്ലെടുത്ത് തന്നെത്താൻ ചതയ്ക്കുക, തന്നെത്താൻ മുറിവേൽപ്പിക്കുക. കാരണം അവന് സ്വയം അവനെ തന്നെ ഇഷ്ടമല്ല. അവന് ജീവിക്കണമെന്ന് ആഗ്രഹമില്ല. മരിച്ചാൽ മതി. ശ്രദ്ധിക്കണം ദൈവമക്കൾ. ചത്താ മതി എന്ന് നെഞ്ചത്തടിച്ച് പറയുന്നവരൊക്കെ ഉണ്ടല്ലോ. സൂക്ഷിക്കണം. അവർ ദൈവസാന്നിധ്യത്തിൽ പാട്ടൊക്കെ പാടും, പ്രാർത്ഥനക്കാരനായിരിക്കും, പ്രസംഗിക്കുന്നവനായിരിക്കും. പക്ഷേ അവൻ ദൈവസ്വാധീനത്തിലല്ല, പൈശാചിക സ്വാധീനത്തിലാണ്. അതുകൊണ്ടാണ് യേശു കർത്താവ് പറഞ്ഞത്, കൽപ്പന പറഞ്ഞത് നിന്നെ പോലെ നീ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കാൻ അല്ല പറഞ്ഞത്. ആദ്യം പറഞ്ഞ വാക്ക് നിന്നെ സ്നേഹിക്കുന്നത് പോലെ നീ നിന്നെ സ്നേഹിക്കണം. യേശു ഉള്ളവന്റെ ഒരു ലക്ഷണം അവനെ തന്നെ സ്നേഹിക്കുന്നവനായിരിക്കും. ഇത് ദൈവം തന്ന ജീവിതമാണെന്നുള്ള ബോധ്യത്തോടുകൂടെ ജീവിക്കുന്നവനായിരിക്കും. ഈ ശരീരം ദൈവത്തിന്റെ മന്ദിരമാണെന്നുള്ള ബോധ്യത്തോടുകൂടെ ജീവിക്കുന്നവനായിരിക്കും. അതുകൊണ്ട് ഈ ശരീരത്തെ വളരെ 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 മനോഹരമായി സൂക്ഷിക്കണമെന്നും വിശുദ്ധിയോടെ സൂക്ഷിക്കണമെന്നും വളരെ ശ്രദ്ധയോടുകൂടെ സൂക്ഷിക്കണമെന്നും ആഗ്രഹിക്കുന്നവനായിരിക്കും. രണ്ടാമത്തെ ലക്ഷണം, അവന് സ്വയം ഇഷ്ടമല്ല. അവൻ സ്വയം മരിക്കണമെന്ന് ആഗ്രഹിക്കുക, സ്വയം കല്ലെടുത്ത് മുറിവേൽപ്പിക്കുക. മൂന്നാമത്തെ ലക്ഷണം, വസ്ത്രം ധരിക്കില്ല. സുബോധം വന്നപ്പോൾ വസ്ത്രം ധരിച്ചെന്നല്ലേ, അപ്പോൾ വസ്ത്രമില്ലായിരുന്നു. അപ്പൊ പൈശാചിക സ്വാധീനത്തിലാണ് ഒരു വ്യക്തിയെങ്കിൽ അവരുടെ വസ്ത്രം കുറവായിരിക്കും, വസ്ത്രം കാണുകയില്ല. എന്ന് പറഞ്ഞാൽ അവർ തൻ്റെ ശരീരം മറ്റുള്ളവർക്ക് മുൻപിൽ പ്രദർശിപ്പിച്ച് സ്വയം പരിഹസിക്കപ്പെടുകയാ, സ്വയം അപമാനിക്കപ്പെടുകയാ. ദൈവമക്കൾ ശ്രദ്ധിച്ച് കേൾക്കേണ്ട ദൂതായി പറയുന്നത്. വസ്ത്രം കുറയുമ്പോൾ മറയപ്പെടേണ്ട ഭാഗങ്ങൾ പുറത്തേക്ക് പ്രദർശിപ്പിക്കപ്പെടുമ്പോൾ മറ്റുള്ളവരുടെ മുൻപിൽ പരിഹസിക്കപ്പെടുകയാണ്, അപമാനിക്കപ്പെടുകയാണ്. ഫാഷൻ അല്ലാതെ ഒരു സമൂഹത്തിന്റെ മുമ്പിൽ വിവസ്ത്രനാകുക എന്ന് പറഞ്ഞാൽ, വസ്ത്രമില്ലാതാകുക എന്ന് പറഞ്ഞാൽ, മറച്ചു പിടിക്കേണ്ട കാര്യങ്ങൾ നീക്കി വെളിപ്പെടുക എന്ന് പറഞ്ഞാൽ പരിഹസിക്കപ്പെടുകയാണ്, അപമാനിക്കപ്പെടുകയാണ്. ചിലരൊക്കെ പറയും കൊള്ളാം, അത് പറയുന്നത് പൈശാചിക സ്വാധീനത്തിൽ ജീവിക്കുന്നവരാണ് പറയുന്നത്.
കൊള്ളാം കൊള്ളാം കൊള്ളാം, മോളെ കൊള്ളാം, മോളെ കൊള്ളാം, മോനെ കൊള്ളാം എന്ന് പറയുന്നത് ആ വ്യക്തിയും പൈശാചിക സ്വാധീനത്തിൻ്റെ വലയത്തിലാണ്. എന്നാൽ അതൊരു അപമാനമായിട്ട്, ഒരു പരിഹാസമായിട്ട്, ഒരു നിന്ദയായിട്ട്, ഒരു അപമാനമായിട്ട് തോന്നുന്നെങ്കിൽ നിന്റെ മേൽ ദൈവാത്മാവുണ്ട്. കാരണം ഇവിടെ നമ്മളതാ കണ്ടത്, യേശു ഈ വ്യക്തിയിൽ നിന്ന് സാത്താൻ്റെ സ്വാധീനത്തെ മാറ്റിക്കളഞ്ഞപ്പോൾ ആദ്യം അവിടെ സംഭവിച്ചത്, അവൻ സുബോധമുള്ളവനായി വസ്ത്രം ധരിച്ചു. ശ്രദ്ധിക്കണം. അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങളുടെ വസ്ത്രമില്ലായ്മയൊക്കെ കാണുമ്പോൾ, അവിടെ അല്പവസ്ത്രമൊക്കെ കാണുമ്പോൾ, അല്ലെങ്കിൽ എന്ന അപ്പനമ്മമാർക്ക് ഒരു ലജ്ജ തോന്നുന്നില്ലെങ്കിൽ നിങ്ങൾ പൈശാചിക സ്വാധീനത്തിന്റെ വലയത്തിനകത്താണ്. ഇഷ്ടപ്പെടാത്തില്ലായിരിക്കാം. മറച്ചു പിടിക്കേണ്ടത് പുറമെ പ്രദർശിപ്പിക്കപ്പെടത്തക്കവണ്ണമുള്ള വസ്ത്രമാണ് നമ്മൾ ധരിക്കുന്നതെങ്കിൽ അത് കണ്ടിട്ടും അവർക്ക് വേണ്ടപ്പെട്ടവർക്ക് ഒരു ജാള്യതയും തോന്നുന്നില്ലെങ്കിൽ, അപമാനിക്കപ്പെടുന്നു എന്നുള്ള ബോധം വെളിപ്പെടുന്നില്ലെങ്കിൽ, ആ കുടുംബം, ആ സംവിധാനങ്ങൾ മുഴുവൻ പൈശാചിക സ്വാധീന വലയത്തിനകത്താണ്. അപ്പൊ ശ്രദ്ധിക്കണം, 3 കാര്യങ്ങൾ ഈ ഭാഗത്തോടെ ബന്ധപ്പെട്ട് ദൈവാത്മാവ് പറഞ്ഞ 3 കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ കേൾക്കണം. 1, എല്ലാം ആയിരുന്നവനെ ഒന്നുമല്ലാതാക്കുന്ന മണ്ഡലങ്ങൾ പൈശാചിക സ്വാധീനത്തിൻ്റെ വലയത്തിനകത്ത് വിട്ട ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വെളിപ്പെടും. 2, സ്വയം ഇഷ്ടപ്പെടാതെ തന്നെത്താൻ മുറിവേൽപ്പിക്കുന്ന അനുഭവം, തന്നെത്താൻ വേദനിപ്പിക്കുന്ന അനുഭവം, ജീവിക്കണമെന്നുള്ള ആഗ്രഹമില്ലാത്ത കയ്പ് വ്യാപരിക്കുന്ന അനുഭവം. അതാണ് പുസ്തകത്തിൽ പറയുന്നത്, പകയും പിണക്കവും കോപവും ക്രോധവും ശാഠ്യവും മത്സരവും ദ്വന്ദ്വവശവും അസൂയയും വെറുക്കുത്ത്, ഇങ്ങനെയുള്ളതെല്ലാം അകത്ത് സ്വരൂപിച്ചു വെച്ച് ജീവിതം തന്നെ നശിപ്പിക്കുന്ന വ്യാപാരം, അത് പൈശാചിക വ്യാപാരമാണ്. 3, സ്വയം അപമാനിക്കപ്പെടാൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുക. വസ്ത്രം ധരിക്കില്ല, സ്വയം അപമാനിക്കപ്പെടാൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുക. ഇതൊക്കെ പൈശാചിക. ഇങ്ങനെയാണ് ഈ കല്ലറയിൽ പാർക്കുന്ന ഈ മനുഷ്യൻ്റെ ജീവിതത്തിൽ പിശാചിൻ്റെ സ്വാധീനം വെളിപ്പെട്ടത്. ഇനി നമുക്ക് ആ 4-ാം അധ്യായം ഈ മനുഷ്യൻ്റെ അടുക്കലേക്ക് ഇങ്ങനെ പൈശാചിക സ്വാധീന വലയത്തിൽ അകപ്പെട്ടിരിക്കുന്ന ജീവിതത്തെ ഒന്നുമല്ലാതാക്കിയ ഫിനിഷിങ്ങിൽ നിൽക്കുന്ന ഈ മനുഷ്യനെ തേടി യേശു കർത്താവ് വരുന്നു. എൻ്റെ വിഷയം അതാണ്, എൻ്റെ സന്തോഷം അതാണ്. നീ അങ്ങനെ ജീവിച്ച് അവസാനിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ഒരു ദൈവമല്ല എൻ്റെ ദൈവം. നിനക്ക് വേണ്ടി കരയാൻ ഒരു മാതാവും പിതാവും ഉണ്ടെങ്കിൽ, നിന്നെ ഓർത്ത് വിഷമിക്കുന്ന ഒരു കുടുംബമുണ്ടെങ്കിൽ, എൻ്റെ കർത്താവ് അടങ്ങിയിരിക്കില്ല. എൻ്റെ കർത്താവ് അവനെ തേടി വരും. നിന്റെ അതാണ് പറഞ്ഞത്, നിന്റെ പാളയത്തിനേക്ക് അവരുടെ ഒരു വിടുതലിന് വേണ്ടി അവൻ ഇറങ്ങി വരും. കടൽ കടന്നവൻ വരും, പടകെടുത്തവൻ വരും. ശ്രദ്ധിക്കണം, 4-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 35-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ യേശു കർത്താവ് വലിയൊരു പുരുഷാരത്തോടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് യേശു കർത്താവ് ശിഷ്യന്മാരോട് പറയുന്നു, നമുക്ക് പടകെടുക്ക്, നമുക്ക് അക്കരയ്ക്ക് പോകാം. ശിഷ്യന്മാർക്ക് മനസ്സിലായില്ല എന്താ പറയുന്നതെന്ന്. പക്ഷേ നമുക്ക് അക്കരയ്ക്ക് പോകാമെന്ന് പറഞ്ഞ് യേശു ശിഷ്യന്മാരുമായി പടകിൽ കയറുക. ഇന്നും എന്നും അത്രയേ പറഞ്ഞിട്ടുള്ളൂ കർത്താവ്. എന്താ പറഞ്ഞിട്ടുള്ളത്? അക്കരയ്ക്ക് പോകാം. തൻ്റെ അനുയായികളോട്, തന്നെ വിശ്വസിക്കുന്നവരോട്, തൻ്റെ ശിഷ്യന്മാരോട്, തനിക്ക് വേണ്ടി ജീവിക്കുന്നവരോട് എൻ്റെ കർത്താവ് അന്ന് പറഞ്ഞത് തന്നെയാണ് ഇന്നും ആവർത്തിച്ച് പറയുന്നത്, കുഞ്ഞേ നമുക്ക് അക്കരയ്ക്ക് പോകാം. വിളിച്ചതിന് ഒറ്റ പർപ്പസേ ഉള്ളൂ, അക്കരയ്ക്ക് കൊണ്ടുപോകുക. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? എന്നാൽ ഇന്നത്തെ പ്രസംഗങ്ങളൊക്കെ ഇവിടെ സെറ്റിൽ ചെയ്യിപ്പിക്കുന്ന പ്രസംഗങ്ങളാ. ഇവിടെ നമുക്ക് ഇവിടെ. എന്നാൽ എൻ്റെ യേശു കർത്താവ് പറയുന്ന ദൂത് ഇന്നലെ രക്ഷിക്കപ്പെട്ടവനോടും ഇന്ന് രക്ഷിക്കപ്പെട്ടവനോടും നാളെ രക്ഷിക്കപ്പെടാൻ പോകുന്നവനോടും പറയുന്ന, അനുഗമിക്കാൻ യേശുവിനെ പിൻപറ്റാൻ തയ്യാറാകുന്ന എല്ലാവരോടും എൻ്റെ കർത്താവിന് പറയാൻ ഒറ്റ ദൂതേ ഉള്ളൂ, അക്കരയ്ക്ക് പോകാം. ഇന്നും അത്രമേ പറയുന്നുള്ളൂ, അക്കരയ്ക്ക് പോകാം. വിളിച്ചതിന് ഒറ്റ പർപ്പസേ ഉള്ളൂ, അക്കരയ്ക്ക് പോകാം. നമ്മുടെ അക്കരയ്ക്ക് പോകാമെന്നുള്ള ശബ്ദം കേട്ട് നീ യാത്ര ചെയ്യാൻ തയ്യാറായാൽ നിന്റെ കൂടെ ആര് കയറും? യേശു കയറും. എത്ര പേർക്ക് ഈ പറയുന്ന ദൂത് മനസ്സിലാകുന്നുണ്ട്? നിന്നെ ഒറ്റയ്ക്ക് വിടത്തില്ല. കാരണം പ്രതിസന്ധി വെളിപ്പെടുന്ന ഇടമാണ് ഈ യാത്രയിൽ. അക്കരയിലേക്കുള്ള ഈ യാത്രയിൽ കാറ്റുവരും, കോള് വരും, തിരമാല വരും, വലിയ പ്രശ്നങ്ങളുണ്ടാകും. അതറിയാവുന്ന യേശു നിന്നെ ഒറ്റയ്ക്ക് വിടുകയില്ല, അവനും കൂടെ കയറും.
ഈ യാത്രയിൽ, അക്കരയിലേക്കുള്ള ഈ യാത്രയിൽ പ്രതീക്ഷിക്കാത്ത പ്രതിസന്ധികളുണ്ട്. അതുകൊണ്ടാണ് യേശു കർത്താവും കൂടെ കയറി. അതുകൊണ്ടാണ് ഇതൊക്കെ ബോധമുള്ളത് കൊണ്ടാണ് ഈ പഴയ പാട്ടുകാരൊക്കെ പാട്ടെഴുതിയപ്പോൾ കൊടുങ്കാറ്റും തിരമാലയും പാടകിൽ വന്നാഞ്ഞടിക്കും, കൊടുങ്കാറ്റും തിരമാലയും പാടകിൽ വന്നാഞ്ഞടിക്കും, നേരമെൻ്റെ ചാരയുണ്ട്, നേരമെൻ്റെ ചാരയുണ്ട്, നാഥനെന്നും വല്ലഭനായി സാധു എന്നെ കൈവിടാതെ നാഥനെന്നും നടത്തിയിടുന്നു, സാധു എന്നെ കൈവിടാതെ നാഥനെന്നും നടത്തിയിടുന്നു. ആ പാട്ടൊക്കെ, ആ വരികളൊക്കെ ആത്മാവിൽ പ്രചോദിതമായ അനുഭവത്തിൻ്റെ ആഴത്തിൽ വെളിപ്പെട്ട ദൈവശബ്ദത്തിൻ്റെ അനുകരണത്തിൽ നിന്ന് വെളിപ്പെട്ട വചനമാണ്, വാക്കുകളാണ്, വരികളാണ്. കൊടുങ്കാറ്റും തിരമാലയും പടകിൽ വന്ന് ആഞ്ഞടിക്കും. ആ സമയത്ത് ആ നേരമെൻ്റെ ചാരയുണ്ടെൻ്റെ കർത്താവ്. ശ്രദ്ധിക്കണം ദൈവമക്കൾ, ഇവിടെ ശിഷ്യന്മാരുമായി അക്കരയ്ക്ക് പോകാൻ ഇറങ്ങിത്തിരിച്ചു. യേശുവും കൂടെ കയറി. സ്വല്പനേരം കഴിഞ്ഞപ്പോൾ കാറ്റ് വരികയാണ്. ശാന്തമായി കിടന്ന വെള്ളം ഇളകാൻ തുടങ്ങി, തിരമാലയായി മാറാൻ തുടങ്ങി. അത് പടകിനകം നേരെ ആഞ്ഞടിക്കാൻ തുടങ്ങി. പടകിനകത്തേക്ക് വെള്ളം ഇരച്ചു കയറാൻ തുടങ്ങി. പക്ഷേ ശ്രദ്ധിക്കണം, ശിഷ്യന്മാർ ഭയപ്പെട്ടു, പ്രതിസന്ധിയിൽ ഭയപ്പെട്ടു. കാറ്റും തിരമാലയും ഇളകിയപ്പോൾ ഭയപ്പെട്ടു. വെള്ളം തങ്ങളുടെ ശരീരത്തിലേക്ക് ഇരച്ചു കയറിയപ്പോൾ അവർ ഭയപ്പെട്ടു. പക്ഷേ ഇതൊന്നും യേശുവിനെ ഭയപ്പെടുത്തിയില്ല. ദൈവമക്കളെ, നമ്മൾ അനുഭവിക്കുന്ന ഒരു പ്രതിസന്ധിയും യേശുവിനെ ഭയപ്പെടുത്താറില്ല, യേശുവിനെ ഉണർത്താറുമില്ല. അവൻ ഇപ്പോഴും സുഖമായിട്ട് അങ്ങനെ അവിടെ കൊടുത്തിരിക്കുന്ന അമരത്ത് തലേണ വെച്ച് സുഖമായിട്ടുറങ്ങുകയാ. എന്ന് പറഞ്ഞാൽ നീ തണ്ടുവലിച്ച് കുഴയുന്ന, നീ എല്ലാം പോയി എന്ന് പറയുന്ന, അയ്യോ അയ്യോ എന്ന് പറയുന്ന അനുഭവങ്ങളൊന്നും അതൊന്നും യേശുവിനെ ബാധിക്കുന്നില്ല. അവനിതൊന്നും വിഷയമല്ല. ശ്രദ്ധിച്ചു ദൈവമക്കൾ മനസ്സിലാക്കണം. ഈ കാറ്റിനകത്ത് തന്നെയല്ലേ യേശു കർത്താവും. ഈ തിരമാല പൊങ്ങുമ്പോഴും യേശു അവിടെ ഇല്ലേ? ഈ വെള്ളം പടകിനകത്തെ കാഞ്ഞടിച്ച് കയറുമ്പോഴും യേശു അവിടെ ഇല്ലേ? യേശു ഉറങ്ങിക്കിടക്കുക, ഉണരുന്നില്ലല്ലോ. പ്രതിസന്ധികളൊന്നും, ഞാനും നിങ്ങളും അഭിമുഖീകരിക്കുന്ന ഈ പ്രതിസന്ധികളൊന്നും യേശുവിനെ ഉണർത്താറില്ല. എന്നാൽ യേശു ഉണരുന്നത് എപ്പോഴാണെന്നറിയാമോ? തന്നെ അനുഗമിക്കുന്ന തൻ്റെ കുഞ്ഞുങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനെ ഒന്ന് തൊട്ടാൽ യേശു ഉണരും. എൻ്റെ സന്തോഷമതാ, എൻ്റെ ആനന്ദമതാണ്. ഞാൻ അനുഭവിക്കുന്ന പ്രതിസന്ധി ഒന്നും എൻ്റെ യേശുവിന് വിഷയമല്ല. എന്നാൽ ഞാൻ അവനെ ഒന്ന് തൊട്ടാൽ അവൻ ആ സെക്കൻഡിൽ എഴുന്നേക്കും. ഞാൻ ചിന്തിക്കുന്നത്, ആ വെള്ളം മുഴുവൻ ഇവർ എത്രയോ നേരം കൊണ്ട് ഈ 12 പേര് തണ്ടു വലിച്ച് വെള്ളം പുറത്തേക്ക് കളയാൻ വേണ്ടി, പടക് ശാന്തമാക്കാൻ വേണ്ടി പരിശ്രമിക്കുകയാണ്, ഭയപ്പെടുകയാണ്. അവസാനം ഇതെല്ലാം, ഈ വെള്ളമെല്ലാം യേശുവിൻ്റെ ദേഹത്തോട്ടും വന്ന് തെറിക്കുന്നുണ്ട്. ഈ കാറ്റ് യേശുവിൻ്റെ മുഖത്തേക്ക് അഞ്ഞടിക്കുന്നുണ്ട്. പക്ഷേ യേശു ഉണരുന്നില്ല. എന്നാൽ എൻ്റെ കുഞ്ഞുങ്ങൾ, ആൾറെഡി തന്നെ അനുഗമിക്കുന്നവർ, തൻ്റെ വാക്കനുസരിച്ച കുഞ്ഞുങ്ങൾ ചെന്ന് യേശുവിനെ ഒന്ന് തൊട്ടപ്പോൾ അവൻ ഉണർന്നു. ഇന്നും നിന്റെ പ്രാർത്ഥനയ്ക്ക് മുൻപിൽ യേശു ഉണരും. പ്രതിസന്ധിക്ക് ഉണർത്താത്ത യേശുവിനെ ഉണർത്താൻ ആ ദൈവത്തിലെ നിന്റെ പ്രാർത്ഥനയ്ക്ക് കഴിയും. നിന്റെ സഹോദരി നിന്റെ പ്രാർത്ഥനയ്ക്ക് കഴിയും. ദൈവദാസന് നിന്റെ പ്രാർത്ഥനയ്ക്ക് കഴിയും. സന്തോഷിക്കുക, ദൈവത്തിന് സ്തോത്രം ചെയ്യേ. ഞാൻ എൻ്റെ വാക്കിൻ്റെ അവസാനത്തിലേക്ക് വരികയാണ്. അപ്പോൾ ദൈവത്തെ ഉണർത്താൻ പറ്റുന്ന ശബ്ദമാണ് നിൻ്റെ അധരങ്ങളിലൂടെ വരുന്ന പ്രാർത്ഥനയുടെ ശബ്ദം. നിൻ്റെ ഹൃദയം ദൈവത്തിന് മുൻപാകെ പകരുമ്പോൾ പ്രതിസന്ധിയിൽ ഉണരാത്ത യേശു ഉണരും. നിൻ്റെ വിഷയത്തിലേക്ക് അവൻ നോക്കും. അതിനകത്തൊരു പരിഹാരമുണ്ടാകും. അവൻ എഴുന്നേറ്റു, കാറ്റിനെ ശാസിച്ചു, കടലിനോട് പറഞ്ഞ് ശാന്തമാകാൻ പറഞ്ഞു. നീ കുറച്ച് നാളുകൾ, കുറച്ച് നേരങ്ങൾ, സമയങ്ങൾ, മണിക്കൂറുകൾ തണ്ടുവലിച്ച് രക്ഷപ്പെടാൻ നോക്കിയ അതേ അനുഭവത്തെ എൻ്റെ കർത്താവ് ഒറ്റ വാക്ക് കൊണ്ട് ശാന്തമാക്കിയത് കണ്ടോ? അവന് കഴിയാത്ത ഒരു കാര്യമില്ല. നീ അവനെ ഉണർത്തിയാൽ മാത്രം മതി. അവന് കഴിയാത്ത ഒരു കാര്യമില്ല. നിന്റെ പ്രാർത്ഥനയ്ക്ക് അല്ലെങ്കിൽ ആ വിഷയങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ കഴിയും. എൻ്റെ യേശു കർത്താവ് എഴുന്നേറ്റാൽ അത്ഭുതങ്ങൾ നടക്കും. അങ്ങനെ യേശു കർത്താവ് ശിഷ്യന്മാരുമായിട്ട് അതാണ് 5-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ അവർ അക്കരയ്ക്ക് വന്നു. പടകിൽ നിന്ന് ഇറങ്ങിയ ഉടനെ യേശുവിൻ്റെ സാന്നിധ്യം അശുദ്ധാത്മാക്കൾ തിരിച്ചറിഞ്ഞു. ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ,
ഒരിക്കൽ കൂടെ ഞാൻ പറയാം, യേശുവിൻ്റെ സാന്നിധ്യം അശുദ്ധാത്മാക്കൾ തിരിച്ചറിയും, അതവരെ അസ്വസ്ഥമാക്കും. കാരണം അവർക്കറിയാം ഇനിയും ഇവിടെ നിൽക്കാൻ കഴിയില്ല, ഇനിയും ഈ ഭവനത്തിൽ നിൽക്കാൻ കഴിയില്ല, എൻ്റെ പ്രവർത്തികൾ കൊണ്ട് ഇനിയും ഈ മനുഷ്യന്റെ മേൽ വാഴാൻ പറ്റുകയില്ല. കാരണം വന്നത് യേശുവാണ്, ജീവൻ കൊടുക്കുന്നവൻ. യോഹന്നാൻ 10:10 പറയുന്നു, അവൻ മോഷ്ടിപ്പാനും അറപ്പാനും മുടിപ്പാനും വരുമ്പോൾ ഞാനോ ജീവൻ തരുവാനത്തിന് വരുന്നത്. എങ്ങനെയുള്ള ജീവൻ? സമൃദ്ധിയായ ജീവൻ, തുള്ളിച്ചാടിക്കുന്ന ജീവൻ, അതിരുകളില്ലാതെ ആഘോഷിക്കുന്ന ജീവൻ, ഭയമില്ലാതെ ജീവിക്കുന്ന ജീവൻ. ഇന്ന് പകൽക്കാലം, ഇന്ന് ഈ രാത്രിയും പകലുമായി എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് പറയട്ടെ, നിന്റെ ഭവനത്തിലേക്ക് യേശു കയറാൻ പോവുകയാണ്. നീ കരങ്ങളെ അടിച്ച് അവനെ സ്വീകരിക്ക്, കൈനീട്ടി അവനെ സ്വീകരിക്ക്. കർത്താവേ, നീ എൻ്റെ മുമ്പിൽ എൻ്റെ വീട്ടിൽ വാഴണം, എൻ്റെ ഉള്ളിൽ വാഴണം, എൻ്റെ കൂട്ടത്തിൽ വാഴണം എന്ന് പറ. കാരണം നീ അവൻ കയറിയാൽ നിന്നെ ശത്രുവിൻ്റെ പ്രവർത്തിക്ക് അവിടെ സ്ഥാനമില്ല, നിഷ്ഫലമായി പോകും അവൻ്റെ പ്രവർത്തികൾ. അവൻ ഓടി വന്ന് പറഞ്ഞൊരു വാക്കാണ്, അല്ലിയസ് ഗുരു, ജീവനുള്ള ദൈവത്തിൻ്റെ പുത്ര, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? സമയത്തിന് മുൻപേ എന്നെ ദണ്ഡിപ്പിക്കരുതേ. കണ്ടോ, അവനറിയാം പിന്നെ ഇരിക്കാൻ കഴിയില്ല. ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. എൻ്റെ വിഷയം അതാണ്, യേശുവിൻ്റെ സാന്നിധ്യം അശുദ്ധാത്മാക്കളെ, സാത്താന്യ വ്യാപാരങ്ങളെ അസ്വസ്ഥമാക്കും, അവൻ്റെ പ്രവൃത്തികളെ നിഷ്ഫലമാക്കും. ഈ ദിവസങ്ങളിൽ ദൈവസഭയ്ക്ക്, കുടുംബങ്ങൾക്ക്, വ്യക്തികൾക്ക് അവരുടെ ഏറ്റവും വലിയ ആവശ്യം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ യേശുവിലേക്ക് മടങ്ങി വരണം. ആലയമുണ്ട്, വലിയ ആരാധനയുണ്ട്, പക്ഷെ യേശു ആ പള്ളിക്ക് പുറത്തു നിന്ന് കൊട്ടുകയാണെന്നാണ് പുസ്തകം പറയുന്നത്. വാതിൽ തുറന്നു കൊടുക്ക്, യേശുവിനെ അകത്തേക്ക് കൊണ്ടുപോവാ. യേശു അകത്ത് കയറിയാൽ സാത്താന്യ വ്യാപാര ശക്തികളുടെ പ്രവർത്തികൾ നിഷ്ഫലമാകും. അവിടെ ഏതാ സംഭവിച്ചത്? യേശു കർത്താവ് അവനിലുള്ള ഭൂതത്തെ ശാസിച്ച് പുറത്താക്കിയപ്പോൾ എന്താ സംഭവിച്ചത്? അവിടെ കൊടുത്തിരിക്കുന്ന വാക്ക് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. 5-ാം അധ്യായത്തിൻ്റെ 19-20 വാക്യങ്ങൾ ഞാൻ വായിച്ച് അവസാനിപ്പിക്കാം. 5-ാം അധ്യായത്തിൻ്റെ 19-ഉം 20-ഉം ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. താനും കൂടെ ഭൂതഗ്രസ്തനായിരുന്നവൻ താനും കൂടെ പോരട്ടെ എന്ന് അവനോട് അപേക്ഷിച്ചു. യേശു അവനെ അനുവദിക്കാതെ നിൻ്റെ വീട്ടിൽ നിനക്കുള്ളവരുടെ അടുക്കൽ ചെന്ന് കർത്താവ് നിനക്ക് ചെയ്തതൊക്കെയും നിന്നോട് കരുണ കാണിച്ചതും പ്രസ്താവിക്കുക എന്ന് അവനോട് പറഞ്ഞു. അവൻ പോയി യേശു തനിക്ക് ചെയ്തതെല്ലാം ദെക്കപ്പൊലി നാട്ടിൽ ഘോഷിച്ചു തുടങ്ങി. എല്ലാവരും അത്ഭുതപ്പെട്ടു. ശ്രദ്ധിക്കണേ ദൈവം, ഇതല്ലേ സാത്താനെ ശാസിച്ച് ഇവന്റെ മേൽ ഭൂതത്തെ 6000-ഓളം ഭൂതത്തെ പുറത്താക്കി അവനെ ദൈവസ്വാന്നിധ്യത്തിനകത്തേക്ക് കയറ്റി, ദൈവത്തിന്റെ സ്വാധീനത്തിനകത്തേക്ക് കയറ്റി. അപ്പോൾ അവൻ സുബോധമുള്ളവനായി വസ്ത്രം ധരിച്ചു. എന്നിട്ട് അവൻ യേശുവിനോട് പറയാം, ഞാനും കൂടെ നിന്നെ അനുഗമിക്കട്ടെ, അക്കരയിലേക്ക് നീ പോകുന്നിടത്തേക്ക് ഞാനിവിടെ വരട്ടെ എന്ന് ചോദിച്ചപ്പോൾ യേശു അതിനെ അനുവദിക്കാതെ പറയുകയാണ്, നിനക്ക് വേണ്ടി കരയുന്ന ഒരു വീടില്ലേ? നാളുകളായി നിനക്ക് വേണ്ടി കരയുന്ന ഒരു വീടില്ലേ? ആ വീട്ടിലേക്ക് നീ ചെല്ല്, അവിടെ നീ ഒന്ന് ജീവിച്ച് കാണിക്ക്. ഫിനിഷിങ്ങിലേക്ക് പോയവനെ സ്റ്റാർട്ടിങ്ങിലേക്ക് കൊണ്ടുവരുന്ന ഒരു നല്ല കർത്താവ്, അവസാനിച്ചു എന്ന് പറഞ്ഞിടത്തു നിന്ന് തിരിച്ചു കൊണ്ടുവന്ന ഒരു തുടക്കം കൊടുക്കുന്ന ഒരു നല്ല കർത്താവ്. ഇന്ന് പകൽക്കാലം ചില തലമുറകളെ എൻ്റെ കർത്താവ് മാതാപിതാക്കന്മാർക്ക് അനുഗ്രഹമാക്കി മാറ്റാൻ പോകുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ആത്മാവിൽ ഞാൻ പ്രസ്താവിക്കുന്നു, നീ അനുഗ്രഹിക്കപ്പെടും, നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും, നിന്റെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടും, അവരുടെ ഭാവി അനുഗ്രഹിക്കപ്പെടും, അവരുടെ നന്മ നിങ്ങൾ മാതാപിതാക്കന്മാർ അനുഭവിക്കും. ശത്രു കഴിഞ്ഞ നാളുകളിൽ നടക്കത്തില്ല, ഒക്കത്തില്ല, പറ്റത്തില്ല, അവനെ കൊണ്ടൊരു പ്രയോജനമില്ല, അവളെ കൊണ്ടൊരു പ്രയോജനമില്ല, അവരുടെ ഭാവി അവസാനിച്ചു എന്ന് പറഞ്ഞ അതേ മണ്ഡലത്തിൽ നിന്നുകൊണ്ട് യേശു മടങ്ങി വന്ന്, യേശു കയറി വന്ന് ആ പൈശാചിക വ്യാപാര ശക്തികളുടെ പ്രവർത്തികളെ അവസാനിപ്പിച്ച് ആ വ്യക്തികളെ വീണ്ടെടുത്ത് ഭവനത്തിനകത്തേക്ക് തിരിച്ചു കൊണ്ടുവന്ന് പറയുകയാണ്, അവനാൽ നീയും നിന്റെ കുടുംബവും അനുഗ്രഹിക്കപ്പെടും. അതാണ് ഇവിടെ 5-ാം അധ്യായം 19-20 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവൻ മടങ്ങിച്ചെന്ന് ആ ഭവനത്തിനകത്ത് കയറി. ഭവനത്തിനകത്ത് ചങ്ങല കൊണ്ട് ബന്ധിച്ച് ഭവനത്തിനകത്തേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞ നാളുകൾ ശ്രമിച്ചിട്ടും നടക്കാത്തത്, ചങ്ങലയില്ലാതെ, ബന്ധനമില്ലാതെ, സ്വാതന്ത്ര്യത്തോടും സുബോധത്തോടും കൂടെ ആ തലമുറ ഭവനത്തിനകത്തേക്ക് കയറിയെങ്കിൽ അതിന് കാരണം യേശു വന്നതാണ്.
എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, കഴിഞ്ഞ നാളുകളിൽ പലരെ കൊണ്ടും ഉപദേശിച്ചിട്ടും പലരെ കൊണ്ടും ചെയ്തിട്ട് സ്വാധീനം ചെലുത്തിയിട്ടും നടക്കാത്ത വിഷയമായിരിക്കാം. എന്നാൽ ഇന്ന് ഈ സമയത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൂത് കൈമാറുകയാണ്. എൻ്റെ യേശുവിനെ വിളിക്ക്, എൻ്റെ യേശു വരുന്നുണ്ട്, എൻ്റെ യേശു വരുന്നുണ്ട്. കെട്ടിക്കിടക്കുന്ന കെട്ടപ്പെട്ട കഴുതേ, അവരുടെ തലമുറയെയും തമ്മിൽ വിടിവിക്കാൻ, അവരുടെ ഭാവിയെ തിരിച്ചു കൊണ്ടുവരുവാൻ, ഫിനിഷിംഗിലേക്ക് പോയവനെ തിരിച്ച് സ്റ്റാർട്ടിങ്ങിൽ കൊണ്ടുവരുവാൻ, മറ്റുള്ളവരുടെ മുമ്പിൽ മാന്യപാത്രമാക്കി മാറ്റാൻ എൻ്റെ ദൈവത്തിന് പദ്ധതിയുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയുക. മാതാവേ, കരങ്ങളെ അടിച്ച് ദൈവത്തിന് ദൈവം മുൻപാകെ സ്വീകരിച്ചു ആ ദൂത്. നീ എവിടെയായിരുന്നാലും ആ ദൂത് ഏറ്റെടുത്തോ. നിന്റെ തലമുറയ്ക്ക് വേണ്ടി എന്റെ ദൈവം വലിയ ചെയ്യാൻ പോവുകയാണ്. അവൻ അതിനുവേണ്ടി നിന്റെ മുൻപിലേക്ക് വരിക, നിന്റെ ഭവനത്തിലേക്ക് വരികയാണ്, നിന്റെ ദേശത്തേക്ക് അവൻ വരികയാണ്, നിന്റെ വീട്ടിലേക്ക് അവൻ വരികയാണ്, നിന്റെ സഭയിലേക്ക് അവൻ വരികയാണ്. ഈ ദിവസങ്ങൾ അതിനുള്ള ദിവസങ്ങളാണെന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയുക. വിശ്വസിച്ച് ഏറ്റെടുത്തോ. സ്തോത്രം ചെയ്യുകയാണ്. അടുത്ത വാക്ക്, ആ സമൂഹത്തിന് പ്രയോജനമില്ലാതിരുന്നവനെ, സമൂഹം മുഴുവൻ തീർന്നു എന്ന് പറഞ്ഞ്, നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ്, പോയി എന്ന് പറഞ്ഞ്, ശപിക്കപ്പെട്ടമെന്ന് പറഞ്ഞ് അപമാനിച്ചവനെ, ഇന്ന് ദെക്കപ്പൊലി നാട്ടിലെ യേശുവിനെ ഉയർത്തുന്ന ഒരു അപ്പോസ്തലനാക്കി മാറ്റാൻ എൻ്റെ ദൈവത്തിന് കഴിഞ്ഞെങ്കിൽ, എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ഭാരപ്പെടേണ്ട, ഭയപ്പെടേണ്ട. യേശു നിങ്ങളുടെ കൂടെയുണ്ട്. അവൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരികയാണ്. അവനെ വീട്ടിൽ കയറ്റാൻ കഴിയാത്ത തരത്തിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിക്കള. 3 കാര്യം. 1, അവൻ്റെ സാന്നിധ്യം, അവനിൽ മാത്രം നീ ആശ്രയിക്കുവാൻ മുകളിലേക്ക് നോക്കി നടക്ക്. ഇവിടെയുള്ള പശ്ചാത്തലങ്ങളിലേക്ക്, സ്വാധീനങ്ങളിലേക്ക് പോയി വലയത്തിനകത്തേക്ക് പോകാതെ, രഥങ്ങളിലും കുതിരകളിലും ആശ്രയിക്കാതെ, ഞങ്ങളുടെ പള്ളിയിൽ 300 പേരുണ്ട്, ഞങ്ങളുടെ പള്ളി വലിയ പള്ളി, ഇനിയും പണിയും, അതൊക്കെ പറയുന്ന ചവറ് വർത്തമാനങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ട് നീ എൻ്റെ കൂടെ എൻ്റെ ദൈവമുണ്ടെന്ന് പറ. ദൈവമുള്ളതാണ് എൻ്റെ വലിപ്പമെന്ന് പറ, എൻ്റെ ബലമെന്ന് പറ. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. ആശ്രയം ദൈവത്തെങ്കിലാക്ക്, യേശു കയറി വരും. മഹത്വം ദൈവത്തിന് കൊണ്ട് യേശു കയറി വരും. ദൈവത്താൽ നടത്തപ്പെട്, യേശു കൂടെ നടക്കും. അങ്ങനെ സംഭവിച്ചാൽ ഫിനിഷിങ്ങിലായ വിഷയങ്ങളെല്ലാം സ്റ്റാർട്ടിങ്ങിലേക്ക് വരും, അത് റണ്ണിങ്ങിലേക്ക് വരും, അത് ചലിക്കും. കണ്ണുകളെ അടച്ചാട്ടെ, എല്ലാ കണ്ണുകളും അടഞ്ഞാട്ടെ. ഒരു നിമിഷം ഒന്ന് ശ്രദ്ധിച്ചാട്ടെ ദൈവമക്കൾ. ഈ ശബ്ദം നിന്നോടും എന്നോടുമുള്ള ദൈവശബ്ദമാക്കി നീ എൻ്റെ ഹൃദയത്തിനകത്തേക്കൊന്ന് കയറ്റിയാൽ, അതിനനുസരിച്ചൊരു ക്രമീകരണത്തിലേക്ക് വന്നാൽ, കർത്താവേ വരണമേ കർത്താവേ. കർത്താവ് പറയുന്നു, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആറിൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറക്കും. അങ്ങനെയാണെങ്കിൽ ഞാനും അവനുമായി ഒരു കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മയാണ് നമുക്ക് വേണ്ടത്. തൻ്റെ പുത്രനും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്കാണ് പിതാവായ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. അതിനേക്കാൾ വലിയൊരു കൂട്ടായ്മ നമുക്ക് വേണ്ട. പറ, യേശു മതി. പാട്ടുപാടിയാൽ മാത്രം പോരാ, അത് ഹൃദയത്തിന്റെ അകത്തളത്തിൽ നിന്ന് വെളിപ്പെടുന്ന ശബ്ദങ്ങളായി മാറണം. യേശു മതി, നിന്റെ സാന്നിധ്യം മതി, നിന്റെ കൃപ മതി, നീ തരുന്നത് മതി, നിന്റെ വഴി മതി. എത്ര പേർക്ക് പറയാൻ കഴിയും? നമുക്ക് ഒരുമിച്ച് പറയാം. ഏത് എവിടെയാണോ നിങ്ങളായിരിക്കുന്നത്, വാഹനത്തിലിരുന്നാണോ നിങ്ങളിത് കേൾക്കുന്നത്, എൻ്റെ മുൻപിലിരിക്കുന്നവരും പല സോഷ്യൽ മീഡിയയിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളെ, എവിടെ ഇരുന്ന് കേട്ടാലും കരങ്ങളെ മലർത്തി പറ, കർത്താവേ നീ മതി, നീ മതി, നിൻ്റെ സാന്നിധ്യമാണ് എനിക്ക് ആവശ്യം. പറഞ്ഞാട്ടെ, ഏത് സമയത്തും ഞാൻ നിന്നിൽ ആശ്രയിക്കുമെന്ന് പറഞ്ഞാട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥപിതാവേ, അങ്ങയുടെ തിരുപ്പാദപീഠത്തിൽ ഞങ്ങൾക്ക് കടന്നു വന്ന നിമിഷം മുതൽ ഈ സമയം വരെ ഒരുമിച്ചായിരിക്കാൻ കർത്താവ് ഒരുക്കിയ അവസരത്തിനായി സ്തോത്രം. ഈ ശുശ്രൂഷ ലീഡ് ചെയ്യുന്ന ബഹുമാനി ദേവദാസിയെ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഇതിൻ്റെ പിൻപിൽ പ്രവർത്തിക്കുന്ന കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്നു. എൻ്റെ കേൾവിക്കാരെ മുഴുവൻ യേശു കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു. നിങ്ങളൊരു അനുഗ്രഹമായി മാറട്ടെ. വാക്കുകളോ പ്രവൃത്തിയിലോ നിങ്ങൾ എന്ത് പറഞ്ഞാലും ചെയ്താലും യേശു കർത്താവിൻ്റെ നാമത്തിൽ ചെയ്യുവാൻ കൊലോസ്യ ലേഖനത്തിൽ പറയുന്നത് പോലെ ആ വചനം വിശ്വസിച്ചുകൊണ്ട് ഞാൻ യേശു കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും, നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടും, അവരുടെ ഭാവി അനുഗ്രഹിക്കപ്പെടും, അവരുടെ നന്മ നിങ്ങൾ അനുഭവിക്കും. നിങ്ങളുടെ ശുശ്രൂഷാ മണ്ഡലങ്ങൾ ദൈവദാസന്മാരെ നിങ്ങളുടെ ശുശ്രൂഷാ മണ്ഡലങ്ങൾ അനുഗ്രഹിക്കപ്പെടും. അവസരങ്ങൾ ദൈവം നിങ്ങൾക്ക് ഒരുക്കി തരും. ആത്മാവ് നിങ്ങളെ ചലിപ്പിക്കും.
അങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. രോഗബന്ധനങ്ങൾ യേശു കർത്താവിൻ്റെ നാമത്തിൽ ഇന്ന് ഈ സമയത്ത് അഴിഞ്ഞു മാറും. അസ്ഥികളുടെ മേലും ഞാടിഞരമ്പുകളുടെ മേലും രക്തധമനികളുടെ മേലും ത്വക്കിൻ്റെ മേലും ഒക്കെ വ്യാപരിക്കുന്ന എല്ലാ രോഗശക്തികൾ തീങ്കൽ മെഴുകുരുകിപ്പോകുന്ന പോലെ, ചൂടിങ്കൽ മഞ്ഞുരുകിപ്പോകുന്ന പോലെ ആ ബന്ധന ശക്തികളെല്ലാം ഉരുകിപ്പോകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. എൻ്റെ അടിപ്പിണരുകളാൽ നിനക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്നുള്ള ആ വചനത്തിൻ്റെ ശക്തി പൂർണ്ണമായി ആ രോഗബന്ധനങ്ങളെ അഴിച്ച് ശരീരങ്ങളെ സ്വതന്ത്രമാക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ. അങ്ങനെ സംഭവിച്ചിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. എല്ലാ കുഞ്ഞുങ്ങളെയും ഞാൻ അനുഗ്രഹിച്ച് ദൈവകരങ്ങളിലേക്ക് ഏൽച്ച് പ്രാർത്ഥിക്കുന്നു. വശീകരിച്ച് വഷളാക്കുന്ന വ്യാപാരങ്ങളെ ശാസിക്കുന്നു. അന്യായമായ ബന്ധനങ്ങളായി മാറാതോണം യേശുവിൻ്റെ നാമത്തിൽ അവരുടെ അടുക്കൽ വരുന്ന ശബ്ദങ്ങൾ, കേൾവികൾ, അവരുടെ പ്രവർത്തികളെല്ലാം യേശു കർത്താവിൻ്റെ നാമത്തിൽ ഞാനത് പ്രൊട്ടക്ട് ചെയ്ത് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ശത്രുവിനെ ശാസിച്ച് ആ ശബ്ദങ്ങളെ അകറ്റിക്കളയുകയാണ്. ദൈവശബ്ദത്തിനകത്തേക്ക് അവരെ കയറ്റുകയാണ്. അനുഗ്രഹത്തിൽ നിന്ന് അനുഗ്രഹത്തിലേക്ക്, അഭിവൃദ്ധിയിലേക്ക്, നന്മയിലേക്ക്, നിറവിലേക്ക്, ഉറവയിലേക്ക് കരം പിടിച്ച് അക്കരയിലേക്കുള്ള യാത്രയ്ക്കായിട്ട് ദൈവകരങ്ങളിലേക്ക് അവരെ ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. മഹത്വം മുഴുവൻ യേശു കർത്താവിന് അർപ്പിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ താഴ്ത്തുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.